നമസ്കാരം, കോക്ടെയിൽ ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ഭാവി വാഗ്ദാനം എന്ന് കോൺഗ്രസുകാർ പറഞ്ഞു നടക്കുന്ന രാഹുൽജിയുടെ തെരഞ്ഞെടുപ്പ് തമാശകളാണ് ആദ്യം. ഒരു 4.5 കൊല്ലം മുൻപ് മോദിജി ചെയ്ത അതേ പരിപാടിയുമായാണ് രാഹുൽജിയും രംഗത്തിറങ്ങിയിരിക്കുന്നത്. നാടായ നാടൊക്കെ പറന്നുപോയി, നെടുനീളൻ പ്രസംഗങ്ങൾ പ്രാസത്തിൽ കാച്ചി, ആളുകളെയൊക്കെ പലതും പറഞ്ഞ് മയക്കി, അങ്ങനെ മോദിജി പറ്റിച്ചതുപോലെ നമ്മളെ പറ്റിക്കാനാണോ പരിപാടി എന്നറിയില്ല. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അങ്ങ് ഗൾഫ് രാജ്യങ്ങളിൽ പോയി പ്രവാസികളെ സോപ്പിട്ട് മയക്കി വെച്ച് കഴിഞ്ഞു. ഇതൊക്കെ കണ്ട് നെഞ്ചു പൊട്ടി നിൽക്കുകയാണ് മോദിജി എന്ന് ഓർക്കണം. എന്നാലും മോദിജിയുടെ വിദ്യ രാഹുൽജി ഇങ്ങനെ കോപ്പി അടിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ദുബായിക്ക് പോവാണ്. നേരത്തെ വന്ന് കണ്ട് പറയാൻ പറ്റില്ല കേട്ടോ, ക്ഷമിക്കണം. എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണം. സോമാച്ചോ നാരായണ, ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ. നിന്റെ അനിയ അപ്പീടത്തോടെ പറഞ്ഞേക്കണേ. മോദിജിയുടെ പൂർവ്വകാല പ്രസംഗങ്ങളിൽ പിടിച്ചാണ് രാഹുൽജിയുടെ പ്രസംഗ ഷോ ആരംഭിക്കുന്നത്. മേരെ പ്യാരെ ദേശവാസിയോ എന്നതൊഴിച്ച് ബാക്കിയെല്ലാം രാഹുൽജിയുടെ പ്രസംഗത്തിലുമുണ്ട്. വ്യാമോഹവും എനിക്കില്ല. എന്നെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പ്രകടന പത്രികയായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. എനിക്ക് മുമ്പ് ഇവിടെ പലരും പല മോഹന വാഗ്ദാനങ്ങളും നൽകി കാണും. എന്നാൽ എനിക്ക് പറയാനുള്ളത് ഒന്ന്, 1 കോടി തൊഴിലവസരം ഉണ്ടാക്കും എന്ന് തട്ടിവിട്ട് മോദിജി പുലിവാല് പിടിച്ചതുപോലെ പുലിവാല് പിടിക്കാനൊന്നും രാഹുൽജി ഇല്ല. അതുകൊണ്ട് തൊഴിലിന്റെ കാര്യം പോലും മിണ്ടാൻ പേടിയാണ്. दुबई की जो सक्सेस है, एमिरेट्स की जो सक्सेस है, यहाँ जो प्रगति हुई है, बड़ी बड़ी इमारतें बनी हैं, बड़े बड़े एयरपोर्ट बने हैं, मेट्रो बनी है, ये सब आपके बिना नहीं बनाई जा सकती थी. और आपने अपना खून, अपना पसीना, अपना समय इस शहर को, इस देश को बनाने के लिए दिया. और हिंदुस्तान का नाम, हिंदुस्तान की जनता का नाम, हर धर्म, हर प्रदेश, हर जात का नाम. രാഹുൽജിയുടെ വിദേശ ഷോ കണ്ട് മോദിജി ശരിക്കും ഞെട്ടിവിറച്ചിട്ടുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങളിൽ കൂടി ചുറ്റിക്കറങ്ങാനുള്ള അവസരം ഈ പയ്യൻ ഇല്ലാതാക്കുമോ എന്നാണ് മോദിജിയുടെ പേടി. I don't like telling lies. My name is not Mr. Narendra Modi. India is one of the only countries that has actually changed the way they measure GDP to show the world that they're doing a better job than they actually are. മോനെ ദാതടിയാ ദാസങ്ങൾ പറയുന്ന കേക്ക്. പോകുന്ന വഴിക്ക് 2 ബർഗറും വാങ്ങി തിന്ന് വീഡിയോ ഗെയിമും കളിച്ച് വീട്ടിൽ സുഖമായിട്ടിരിക്കേ. നിനക്കൊന്നും പൊളിറ്റിക്സിനെ കുറിച്ച് ചുക്കും അറിയില്ല, മനസ്സിലായോ? നീയൊക്കെ വെറും ശിശു. ഗൾഫിൽ പ്രസംഗിക്കാൻ പോയ രാഹുൽജിയെ കാണാൻ ആള് കൂടിയത് കണ്ടിട്ട് മോദിജിക്ക് തലകറക്കം വന്നിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോദിജി ഗൾഫിൽ പോയപ്പോൾ കാണാൻ കൂടി നിന്ന ആൾക്കാരൊക്കെ രാഹുൽജി പോയപ്പോൾ കാലുമാറിയോ എന്നാണ് സംശയം. സംഗതി രാഹുൽജിയുടെ പ്രസംഗവും പരിപാടിയും ഒക്കെ കൊള്ളാം. പക്ഷേ ശബരിമലയെക്കുറിച്ച് ആശാനോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ പൂച്ചു പുറത്തായി. നല്ല അസലായി 2 തോണിയിൽ എങ്ങനെ കാല് വെക്കാമെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ രാഹുൽജി കാണിച്ചു തന്നു. സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വേണ്ടണം എന്നായിരുന്നു രാഹുൽജിയുടെ ഉത്തരം. My initial position was different than my position today. After I've heard the arguments of the people of Kerala, I can see validity in both arguments. അപ്പോഴാണ് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാവുന്നത്. പോയേ പറ്റൂ, പോയി. ഞാൻ എന്താ പറഞ്ഞത്? I can see validity in the argument that tradition needs to be protected, and I can see validity in the argument that women should have equal rights. ഇവർ അധ്യാപകരാണോ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഇവര് ചെയ്യുന്ന ന്യായമാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ അവരെന്തിന് സമരം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി. അതാണ് എന്റെ ഒരു നയം. So I'm actually I wouldn't be able to tell you give you an open and shut position on this. And it is actually after I spoke to the people of Kerala, the PCC and the team in Kerala, that they explained to me the details of it, where I said, okay, actually this is much more complicated, and both sides have a valid position. I think I leave it to the people of Kerala to decide. That's what I told my unit over there, that look, we leave it to you.
You have to decide what the will of the people of Kerala is. അവിടെ ഇവിടെയും തൊടാതെ ഒരു കളി. നമ്മുടെ ആന്റണി ജി തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പോഴും അംഗത്തിന് ബാല്യമുണ്ട് എന്നറിയിക്കുകയാണ് ആന്റണി ജിയുടെ ലക്ഷ്യം. മുതിർന്ന നേതാവ് എന്ന് വിളിക്കുന്നത് പോലും ഇഷ്ടമല്ല. പറ്റിയാൽ ഒരു KSUക്കാരനെന്നോ യൂത്ത് കോൺഗ്രസ്സുകാരനെന്നോ വിളിച്ചോളൂ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് CR മഹേഷ്. എനിക്ക് മഹേഷിനോട് ഇന്നൊരു പരിഭവമുണ്ട്. മഹേഷ് എന്നെക്കുറിച്ച് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ഉന്നതനായ ഒരു നേതാവെന്നാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു മുൻകാല മുൻകാല യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്. യൂത്ത് കോൺഗ്രസ്സുകാരെ ഇങ്ങനെ ഉപദേശിച്ചു വഷളാക്കണോ ആന്റണി ജി? ഗ്രൂപ്പ് പാഠങ്ങളല്ലാതെ നിങ്ങളിൽ നിന്ന് വേറെ എന്തെങ്കിലും പഠിക്കാനുണ്ടോ അവർക്ക്? നേതാക്കന്മാരുടെ പടയണിയാണ് യൂത്ത് കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്ന അവസരത്തിൽ കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നും എൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് നടത്തിയ പട്ടിണി ജാഥ ആണ് ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. അപ്പോൾ എന്നെ ഒരു കോൺഗ്രസ് നേതാവായിട്ട് മാത്രം കാണരുതും. നിങ്ങളിൽ ഒരുവനായി, നിങ്ങൾക്ക് പൂർണ്ണമായി ഇത്രയും പഴയ വയസ്സായ ആളെന്ന് തോന്നിയാലും എൻ്റെ മനസ്സ് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെയും കേസിൻ്റെയും. രാഹുൽ ജിയിലാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. ലാസ്റ്റ് ബസ്സാണ്. അതും പോയാൽ വേറെ ബസ് ഈ അടുത്തെങ്ങുമില്ല. യുദ്ധത്തെ നയിച്ച് RSSനെയും BJPയുടെയും പടയണികളെ തോറ്റു തുന്നം പാടിക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത്. മോദിയെയും RSSനെയും തളച്ചിടാൻ ഇന്ത്യയിൽ ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും ജനഹൃദയങ്ങളിൽ സ്ഥാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾക്കിരീടമണിയാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുന്നത്. കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ മനസ്സൊന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ. എനിക്ക് സേവിക്കണം, എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ദൂര തിലകമണിയിക്കും. രാഹുൽ ഗാന്ധി ഇന്നലെ ജൂബൈയിലായിരുന്നു. 10,000 അവിടെ ദുബൈയിലേക്കാണ് പോയെങ്കിലും ഗൾഫ് മേഖലയിലുള്ള എല്ലാ പ്രദേശത്തു നിന്നും ആൾക്കാർ കാറെടുത്ത് വാനെടുത്ത് ഏതെല്ലാം രീതിയിൽ എത്താൻ പറ്റും അവരൊക്കെ എത്തി. യോഗം സംഘടിപ്പിച്ച സ്റ്റേഡിയത്തിന്റെ ഉടമ യോഗം കഴിഞ്ഞപ്പോൾ സംഘാടകരോട് പറഞ്ഞു, ഈ സ്റ്റേഡിയം ഉണ്ടായതിനു ശേഷം ഇത്രയേറെ ജനങ്ങൾ പങ്കെടുത്തൊരു യോഗം കണ്ടിട്ടെന്ന് പറഞ്ഞിരിക്കുന്നു. മോദിജിയുടെ 1 കോടി തൊഴിലവസരം എവിടെ എന്ന് ചോദിച്ച് ഇങ്ങനെ വിഷമിപ്പിക്കാമോ ആന്റണി ജി? കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ നരേന്ദ്രമോദി അധികാരത്തിലേറ്റത് ജനങ്ങളെ വാഗ്ദാനം നൽകി മോഹിപ്പിച്ചിട്ടാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മോഹം കൊടുത്തത് ചെറുപ്പക്കാർക്കും കർഷകർക്കുമാണ്. ചെറുപ്പക്കാരുടെ മനസ്സുകളെ അദ്ദേഹം ത്രസിപ്പിച്ചു. പുതിയ പ്രതീക്ഷകൾ, ഭാവനകൾ, ആകാശം വരെ പറക്കാവുന്ന ഭാവനകൾ നൽകി. ഒരു വർഷം 2 കോടി ചെറുപ്പക്കാർക്കാണ് അദ്ദേഹം ജോലി വാഗ്ദാനം. 1 വർഷം എണ്ണം കൂടുന്തോറും അടിയും കൂടുമല്ലോ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് കഴിഞ്ഞപ്പോൾ 6,11,33 പേരാണ് എഫക്റ്റീവ് മെമ്പർമാരായിട്ടുള്ളത്. ആരെന്ത് പറഞ്ഞാലും 6,11,33 പേരെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയും ആളുകളൊന്ന് ഒരുമിച്ചിറങ്ങിയാൽ ഇവിടെ പിണറായി വിജയനെ മുട്ടുകുത്തിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. സ്വന്തം പാർട്ടിക്കാർ മഹാ അലമ്പാണെന്ന് ഒരു പ്രതിപക്ഷ നേതാവിന് സമ്മതിക്കേണ്ടി വരുന്നത് എന്തൊരു കഷ്ടമാണ്. മറ്റു പാർട്ടിക്കാർ തങ്ങളെക്കാൾ എന്തു ഭേദം എന്ന് പറയുന്നതും എന്തൊരു കഷ്ടമാണ്. ഞാൻ കുറച്ച് തുറന്നു പറയുകയാണ്. അതേസമയം CPM-ൽ ഒരാളും ഒരാളിനെ കുറ്റപ്പെടുത്തില്ല. BJP-യിൽ ഒരാളും അവരെ കുറ്റപ്പെടുത്തില്ല. അപ്പൊ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നം നമ്മുടെ ഇടയിൽ തന്നെ ആളുകൾ നമുക്കെതിരെ എഴുതും, BJP-യും എഴുതും, CPM-ഉം എഴുതും. ഏതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം? അതുകൊണ്ട് ദയവായി ഇന്ന് ഈ യോഗത്തിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ പാർലമെന്റ്, ഞാൻ കൂടുതൽ പറയുന്നില്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ പരസ്പരമുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കണം.
പരസ്പര സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന പ്രവർത്തനം നിർത്തണം. ഈ ചെന്നിത്തലാജിക്ക് എന്തു പറ്റിയോ എന്തോ RSSന്റെ പേരൊക്കെ കുറച്ച് ദിവസമായിട്ട് വാതുറന്ന് പറയാൻ തയ്യാറാവുന്നു. ഈ ബഹുമാനായ നമ്മുടെ നേതാവ് AK ആന്റണി പറഞ്ഞതുപോലെ ഒരൊറ്റ ശത്രുവാണ് നമുക്കുള്ളത്. അത് മറ്റാരുമല്ല, RSSഉം നരേന്ദ്രമോദിയുമാണ് നമ്മുടെ ശത്രു. കേരളത്തിൽ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ്. നിരാഹാര സമരം തുടങ്ങി കുടുങ്ങിപ്പോയ BJPയുടെ കാര്യം അറിയാത്തവരല്ല കോൺഗ്രസ്. എന്നാലും തങ്ങളായിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ? അവരും നടത്തിയ ഒരു ഉപവാസം, പക്ഷേ ഒറ്റ ദിവസത്തേക്കാണെന്ന് മാത്രം. ഇതിപ്പോ എന്തിനു വേണ്ടിയാണ് ഈ ഉപവാസം കിടക്കുന്നത് എന്നൊന്നും അറിയില്ല. ഒരു ദിവസം ഉപവസിക്കും, അത്രയേ ഉള്ളൂ. കയറി ഇരിക്കാനല്ലേ പറഞ്ഞത്? ഒരു നിമിഷം ഞാൻ മഹാത്മാവിനെ ഓർത്തു. എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത്? വിധവനാണോ? അല്ല, ഞാനും ഈ പ്രസ്ഥാനക്കാരനാ. കണ്ണിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചുപറിക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു ഇത്. നിരാഹാരം എന്ന് എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ്? ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ്, നിരന്തരാഹാര സമരം. കേരളത്തെ ഭ്രാന്താലയമാക്കുന്ന RSS, BJP, CPM നടപടികൾക്കെതിരായിട്ടാണ് ലോകാരാധ്യനായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ഇന്ന് UDFന്റെ നേതൃത്വത്തിൽ ഈ ഉപവാസ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നു. ഉപവാസ പ്രസംഗത്തിനിടയ്ക്ക് കേരള നവോത്ഥാന നായകരുടെ പേരൊക്കെ ചെന്നിത്തലാജി എടുത്തു പറയുന്നതാണ് വലിയ തമാശ. അവരെ ഇങ്ങനെ അപമാനിക്കണോ ജി? ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള, ചട്ടമ്പി സ്വാമികളെ പോലെയുള്ള, അയ്യ വൈകുണ്ഠ സ്വാമികളെ പോലെയുള്ള, വാഗ്ബടാനന്ദ സ്വാമികളെ പോലെയുള്ള, മമ്പറം തങ്ങളെ പോലെയുള്ള, അതോടൊപ്പം തന്നെ ചാവറ കുര്യാക്കോസ് ഏലിയാസത്തിനെ പോലെയുള്ള, മഹാനായ അയ്യങ്കാളിയെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ചത്.